ഒരാള് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് വെമ്പൽ കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരാണത്? ആ ചോദ്യം ചോദിക്കാനായിട്ട് ഞാൻ ഒരാളെ ക്ഷണിക്കുകയാണ്. LED വാളിലേക്ക് വരും, നോക്കിക്കോ. ഹലോ പാത്തുവോ, മൂസക്കായാണ്. എവിടെയാക്കി പോയി കുത്തിരിക്കണേ? അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റിലോ? എന്തായാലും ഉസാറായിക്കണേ, ഒരുപാട് അഭിമാനം. പിന്നെ എന്നോട് എന്തും ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളതേ, ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടുമ്പോ നമ്മള് സലാലയിലാ. ഈ വിവരം വരുമ്പോ എന്റെ കൂടെ ഞാനാണുള്ളത്. എന്റെ മേലേക്ക് എനിക്ക് ഈ തല കറങ്ങി വീട് ഓർമ്മ ഉണ്ടല്ലോ. ഒരു ദേശീയ അവാർഡ് കൂടി കിട്ടിയാല് എന്തായിരിക്കും അവസ്ഥ? അതൊന്ന് പറയാൻ പറ്റുമോ? അല്ല, കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള കുറച്ച് സിനിമകളൊക്കെ വരാൻ പോകുന്നുണ്ട്. കിട്ടിയാല് എന്തായിരിക്കും അവസ്ഥ? ഞാൻ കൂടെ വേണ്ടി വരുമോ, അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഒരു മറുപടി തരണേ. വളരെ ക്യൂട്ട് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആരുടെ മേല് തല കറങ്ങി വീഴും ഇനി? അന്ന് MIT മൂസ 350 എപ്പിസോഡ് കഴിഞ്ഞ് അത് ചാനലുമായിട്ടുള്ള അഗ്രിമെന്റ് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി 2 മണിക്കുണ്ട് ഷൂട്ട് കഴിയുമ്പോൾ. പിന്നെ സലാലയിൽ പ്രോഗ്രാമിന് വേണ്ടി വേഗം വീട്ടിൽ പോയി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ, എൻ്റെ ബ്രദർ കൗരാന്ന് വിളിക്കുക. കോവൂരാണ് വീട്. ഇപ്പൊ കലൂരേക്ക് മാറിയുണ്ട്, കലൂരാന്നും വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ കൗരാൻ എല്ലാരും കൂടെ പോവണം. ഇതൊക്കെ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി കുറച്ച് സംഘാടകരൊക്കെ വരുമല്ലോ, പ്രോഗ്രാം കമ്മിറ്റിയിലുള്ള ആളുകൾ. പുലർച്ചെയാണ് അവിടെ എത്തുന്നത്. അപ്പൊ അവിടെ എത്തി 10 മണി കഴിയും. അവിടെ എത്തുമ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സാധാരണത്തേക്കാൾ കുറിഞ്ഞ ഇവർക്കൊക്കെ എന്താണിത്, ഈ രാവിലെ ഈ കുട്ടികളും ഭാര്യയും മക്കളുമായിട്ട് ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരുണ്ടല്ലോ, ഇതെന്താണ് കൂരെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ സാധാരണതയിൽ കുറേ ആൾക്കാർ പോകും ഇതൊക്കെ ആയിട്ട് അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നെയാണ്. ഇവിടെ പരാമർശം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് പിന്നെ ഇവർക്ക് ഇപ്പോഴാണല്ലോ ഓക്കെ താങ്ക് യു തന്നെ ഒരു ഫോട്ടോ. അതായത് ജൂറി അവാർഡിന്റെ കാര്യം. അപ്പൊ ഇവർക്കും ഒരു സംശയം, പിന്നെ ഇവര് ഇതൊക്കെ നേരത്തെ കൂട്ടിയൊക്കെ അറിയുമല്ലോ നമുക്ക് ഇങ്ങനെ അവാർഡ് കിട്ടിയെന്നൊക്കെ വേറെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് അത്ര ത്രില്ലില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിലുള്ളൊരു ചേട്ടൻ പറഞ്ഞ, അല്ല കരുണൻ എന്ന് പറഞ്ഞ ചേട്ടൻ, അതല്ല നാഷണൽ അവാർഡ് കിട്ടിയനാണെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ച്, അല്ല സുരഭിക്ക് ഇങ്ങനെ നാഷണൽ അവാർഡ് കിട്ടി? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല, എനിക്കല്ല. ശരിക്കും നമ്മൾ ഭ്രാന്തായി പോകട്ടോ. അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കിട്ടുമെന്ന് അറിയുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല കോരാൻ ഇത് അതല്ല എന്ന് പറഞ്ഞു. എന്നെ ഒന്ന് നുള്ളുവോന്ന് ചോദിച്ചു. അതുള്ളൂ എൻ്റെ ആങ്ങളേനോട് പറഞ്ഞു, എന്നെ നുള്ളുവോ. പിന്നെ അതാണ് കോരാൻ പറഞ്ഞത്. ഓ ഇനി ഒന്ന് ഈ പറഞ്ഞോണം കൗരാൻ, അതിപ്പോൾ നമ്മൾ വിചാരിക്കുക അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് കിട്ടിയാൽ എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്ന ചില നിയോഗങ്ങളും ഭാഗ്യവും ഒക്കെയാണ്. അത് വീണ്ടും ആവർത്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അത് സംഭവിക്കുമെന്നറിയില്ല. ഈ പ്രകൃതി ശക്തി മുഴുവൻ അതിനുവേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ ഞാനും തയ്യാറാണ്. അതെ അതെ. ഇനി നമുക്ക് നമ്മുടെ പെർഫോമറെ വിളിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നല്ലൊരു കലാകാരിയാണ്, വയലിനിസ്റ്റ് ആണ്. പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ട്, അതായത് ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി എന്നാണ് ആ ഒരു അവസ്ഥയുടെ പേര്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കാണെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്കാണെങ്കിലും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ് അൻവർ സാദത്ത്. അതെ അതെ. അദ്ദേഹത്തിന്റെ മകളാണ് ഇന്ന് വരാൻ പോകുന്നത് നമ്മുടെ പെർഫോമർ. ഞങ്ങൾ ഒരുപാട് പുറത്തൊക്കെ ഒരുപാട് ഷോകളിൽ അൻവർക്ക സിംഗർ ഞങ്ങൾ ഒരുപാട് ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ കാര്യം, ഞങ്ങൾക്ക് പോകുന്ന എയർപോർട്ടിലൊക്കെ ചായയൊക്കെ മേടിച്ച് അതെ. കാരണം അൻവർക്ക ഞങ്ങളെക്കാൾ കൂടുതൽ പ്രോഗ്രാംസിന് പുറത്തുണ്ടാവും. അപ്പൊ പുള്ളിക്ക് എല്ലാ സ്ഥലത്തും ഉള്ള ക്യാഷ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ മെല്ലെ പോയിട്ട് അൻവർക്ക ഒരു കോഫി, എയർപോർട്ടിലെ കോഫി അറിയാലോ, അതെ അതെ, നമുക്ക് കഴിച്ചാലോ എന്നൊക്കെ ചെയ്യാം. ഒരു യോയോ ആയിട്ടാണ് പോവുക പുള്ളി. അതെ.